പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഗോസ്പൽ സെന്റർ സഭയുടെ വളർച്ചയെ പറ്റിയാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ചില കാര്യങ്ങൾ, ഈ സഭ വളരുവാനുള്ള കാരണങ്ങളെ പറ്റി നമുക്ക് ചില കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ എപ്പിസോഡിലേക്ക് ഡാഡയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചർച്ചിൽ ഞാൻ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് സഭായോഗത്തിന് കാണാനാന്നും പറഞ്ഞ് വരുമായിരുന്നു. കാരണം ഇത് സാക്ഷ്യമില്ലാത്ത സഭ, അതൊന്നും അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നല്ലോ. ഒത്തിരി മാറ്റങ്ങൾ സഭായോഗ രീതിക്ക് തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മുടെ സഭയിൽ. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ എന്തായിരുന്നു കാരണം? എൻ്റെ മനസ്സിൽ ദൈവം തരുന്ന ധാരണകളോ ആശയമോ അതനുസരിച്ച് ഒന്നും നോക്കാതെ മാറ്റിക്കൊണ്ടിരുന്നു, ആരെയും ഭയപ്പെടാതെ വരുന്ന തീരുമാനങ്ങൾ അതേപോലെ എടുത്തോണ്ടിരുന്നു അല്ലേ. 500 പേര്, ആദ്യത്തെ 500 പേര് വന്ന സഭയിലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ഒന്നാമത്തെ സഭയാന്ന് തോന്നുന്നു നമ്മുടെ സഭ. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഡാഡ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച് പിന്നെ പ്രസംഗം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്ന് ഓർക്കുന്നുണ്ടോ ഡാഡ? പല പ്രാവശ്യം ഒരു ഉണർവ് പോലെ അല്ലേ വരുമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ എന്തൊക്കെയാ രോഗികളെ നമ്മൾ പ്രത്യേകത എന്തൊക്കെയാ? നാളുകൾ ഇത്രയും രോഗികളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കും. ആളുകൾ സഭായം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് വരും. എല്ലാ രോഗികൾക്കും നമ്മൾ പ്രാർത്ഥിക്കും. ഓർക്കുന്നുണ്ട് ഏതെങ്കിലും ഇങ്ങനെ സൗഖ്യമായത്? പിന്നെ കാലിന്റെ മുട്ടിന്റെ അവിടുന്ന് താഴോട്ട് ചൊറിഞ്ഞു പൊട്ടി വരുന്ന ഒരു സഹോദരി, അവര് മരുന്നൊക്കെ ചെയ്തിട്ട് പോയില്ല. അവര് കൊണ്ടുവന്ന് കാണിച്ചു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എണ്ണ പൂശി പ്രാർത്ഥിച്ചു, അത്ഭുത സൗഖ്യം ഉണ്ടായി. അവർക്ക് പിന്നെ ആ രോഗം വന്നിട്ടില്ല. അതുപോലെ ഒരമ്മച്ചിയുടെ കൈയുടെ മുട്ടിന് താഴെയുള്ള ഭാഗം ചൊറിഞ്ഞു പൊട്ടി അങ്ങ് ഒരു മാറാവ്യാധി പോലെയായി. അവർക്ക് എണ്ണ പൂശി പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യം ഉണ്ടായി, കൈക്ക് പൂർണ്ണ വിടുതലുണ്ടായി. രോഗശാന്തി ഉണ്ടായിരുന്നു നമ്മുടെ സഭയിലെ ആൾക്കാർ വരാൻ ഒരു കാരണം രോഗശാന്തി ശുശ്രൂഷ. രോഗശാന്തി എല്ലാ സഭയിലും ഉണ്ട്. മൂപ്പന്മാർക്കുണ്ട്. എണ്ണ പൂശി പ്രാർത്ഥിച്ച് അവർ സൗഖ്യമാക്കുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. അപ്പോൾ എല്ലാ സഭയിലെയും പാസ്റ്റേഴ്സിന് രോഗശാന്തിയുടെ വരമുണ്ട്, അത് ഉപയോഗിക്കണം. 100 രോഗികൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ച് 100 പേരും സുഖമായില്ലെങ്കിൽ 101ാമത്തെ ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം. സുഖമാക്കുന്ന നമ്മുടെ ജോലിയല്ല, പ്രാർത്ഥിക്കുക നമ്മുടെ ജോലിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ സമയത്ത് ചെയ്തോളൂ. പിന്നെ നമുക്ക് ഇവിടെ പ്രവചന വരമുള്ളതുകൊണ്ട് സഭായത്തില് സങ്കീർത്തനം വായന കഴിഞ്ഞാൽ ധ്യാന സമയമാണ്. എല്ലാവരും ശാന്തമായി മൗനമായി നിന്നുകൊണ്ട് ദൈവീയ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രവചനം തരും, പ്രവചന ദൂതുകൾ തരും. അത് പറയുന്ന ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ആ ദൂത് കേൾക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ വന്ന് പറഞ്ഞു, 3 അനുഭവം അവർക്കുണ്ടായി. പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സഭായത്തിന് വന്ന് പാസ്റ്റർ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ദൂത് 3 പ്രാവശ്യം അവർക്ക് അനുഭവം ഉണ്ടായി. ഒരു വീട് വിൽക്കുന്ന കാര്യമൊക്കെ ആയിരുന്നു, താമസം മാറ്റുന്ന കാര്യമായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് നടന്നു. അത് ശരി. ആ സമയത്ത് ആ പറയുന്ന കാര്യങ്ങൾ, ദൂത് പറയുന്നത്, നമ്മൾ പറയുന്ന കുറച്ച് സെന്റൻസ് ഉള്ളെങ്കിൽ അത് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ അവിടെ പറയുന്നത്. എനിക്ക് പല പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ശുശ്രൂഷകളാണ് നമ്മുടെ സഭയില് വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത് അല്ലേ. ആരാധന പ്രധാന കാര്യമാണ്. ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, അങ്ങനത്തെ പാട്ടുകൾ പാടുക. അത് ഡാഡ പ്രത്യേകം പറയുമല്ലോ, വേറെ പാട്ടുകൾ പാടരുത്. അതെ, സ്തോത്രം ചെയ്യുന്ന പാട്ട് പാടണം ആരാധനയ്ക്ക്. അതൊരു ക്രമീകരണം നമ്മളിവിടെ ഈ സഭയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രോഗശാന്തി കാര്യങ്ങള്, പിന്നെ പ്രവചനങ്ങള്,
പിന്നെ വചന ശുശ്രൂഷയ്ക്ക് ഇമ്പോർട്ടൻസ്. ഇതിപ്പം പറഞ്ഞപ്പോഴാണ് ഡാഡയുടെ വ്യക്തിപരമായ ഇത്രയും നാളത്തെ ജീവിതത്തില് നമ്മൾ അടുത്തു നിന്ന് കണ്ട കാര്യം ഇപ്പൊ ഞാൻ ചോദിച്ചോണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും പ്രസംഗങ്ങൾ 50 വർഷം പ്രസംഗിച്ചെങ്കിലും ഡാഡായെ പുകഴ്ത്തുന്ന ഒരു കാര്യമോ നടന്ന കാര്യങ്ങളോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു രോഗിയെ സൗഖ്യമാക്കിയതോ അല്ലെങ്കിൽ അമേരിക്ക പഠിച്ചു കഴിഞ്ഞ് ഒത്തിരി രാജ്യങ്ങളിൽ പോയല്ലോ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേലില്, അന്നൊന്നും ആരും പോയിട്ടില്ല. പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെയൊക്കെ പോയി ശുശ്രൂഷിച്ച്. തന്നെ പുകഴ്ത്തുന്ന ഒരു കാര്യം പോലും ഡാഡ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, പത്രിക സമർപ്പിക്കാൻ നേരം വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, ഒരു സെൽഫി എടുക്കുകയോ അതൊരു സോഷ്യൽ മീഡിയയിൽ ഇടുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ പുകഴ്ത്താനല്ലല്ലോ ഇതൊന്നും. നമുക്ക് പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മളെ പുകഴ്ത്താൻ പോയാൽ അതിൻ്റെ ആ പ്രയോജനം പോയി. ദൈവിക ഇടപാടുകൾ കുറയാനായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധമായത്. എല്ലാ മഹത്വവും ദൈവത്തിന്, എല്ലാ സ്തുതിയും എല്ലാ സ്തോത്രവും ദൈവത്തിന്. അതാദ്യമേ തീരുമാനിച്ചതാണോ ഇറങ്ങിയപ്പം തന്നെ? അതെ അതെ. പിന്നെ ഞാൻ ഓർക്കുന്നത് ഈ ബൈബിള് വായന, രാവിലെ എണ്ണീക്കുന്നുണ്ട് ബൈബിള് ഇവിടെ ഒത്തിരി പേര് കാണാൻ വരുമായിരുന്നു. എന്നാൽ ചില സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ ബൈബിള് വായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് രാവിലെ. അപ്പൊ പിന്നെ ഉള്ളത് പത്രം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അത് വായിക്കാതിരിക്കാൻ വേണ്ടി ബൈബിൾ വായനയ്ക്ക് ശ്രദ്ധിച്ചത് എങ്ങനെയാ? പത്രം എടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടേച്ച് അതിൽ കയറിയിരുന്നോണ്ടാ ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിച്ചു കഴിഞ്ഞു പത്രം വായിക്കത്തുള്ളൂ. ആ ടെംപ്റ്റേഷനെ ജയിക്കാൻ വേണ്ടിയല്ലേ? അത്രയ്ക്ക് പേഴ്സണൽ ലൈഫില് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. വേറെ ഒന്നും ഞാൻ ഓർക്കുന്നേ, ഈ IPCയുടെ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു പാസ്റ്റർമാരെ കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. ഒരു വിശ്വാസികളെയോ അല്ല അവരെ ഒരു താഴ്ന്ന രീതിയിൽ വന്ന് സംസാരിക്കുകയോ, ഇവരൊക്കെ എന്തോ മനുഷ്യരെ, നമ്മൾ പൊതുവെ വർത്തമാനത്തിൽ സംസാരിക്കുന്ന യാതൊന്നും ഒരാളെ പോലും പറയത്തുമില്ല. ഞങ്ങളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയാതെ ദൈവം നോക്കിക്കോളൂ എന്ന് പറയും. അതെങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം? ഒത്തിരി പേര് ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആരെയും കുറ്റം പറയാതെ എങ്ങനെയാ ഇങ്ങനെ ഒരു ലൈഫ് ഇത്രയും വർഷം കൊണ്ടേ നടന്നത്? സാഹചര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം പ്രവർത്തിക്കാൻ കാത്തിരിക്കുക. നമ്മൾ തന്നെത്താൻ കയറി ഒരു സാഹചര്യത്തിൽ ഇടപെടരുത്, ദൈവം ഇടപെട്ടോളൂ. അന്നൊരു പ്രിൻസിപ്പിൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതങ്ങ് കാത്തു സൂക്ഷിച്ചു ഇത്രയും വർഷം. അതേപോലെ പ്രസംഗത്തില് ഒരാളെ കുറ്റം പറയത്തില്ലല്ലോ, ഒരു സമുദായത്തെ കുറ്റം പറയത്തില്ല. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഒന്നും ഡാഡ പ്രസംഗ വേദി ഉപയോഗിക്കാറില്ല. ഡാഡയെ പറ്റി ന്യൂസ് ലെറ്ററുകളെ പത്രങ്ങളിലെല്ലാം 100% തെറ്റായ കാര്യങ്ങൾ വന്നിട്ട് പോലും ഒരു വേദിയും അതിനുവേണ്ടി തിരുത്താനോ അവരെ എന്തെങ്കിലും പറയാനോ ഉപയോഗിച്ചിട്ടില്ല. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു. നമ്മൾ തന്നെത്താൻ കയറി ഏറ്റെടുത്താൽ ഉണ്ടാകുന്നതിനേക്കാൾ നന്നായിട്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് ഭയങ്കര പാടല്ലേ, അത് ഇത്രയും വർഷം കൊണ്ടേ നടക്കാനായിട്ട്? ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി, ദൈവം അത്ഭുതമായിട്ട് ചെയ്യുന്ന നമ്മൾ കാണും. ടൈം മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര എല്ലാരും പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ഒരു യോഗത്തിനാണെങ്കിലും ഇപ്പൊ നിർത്തും 5 മിനിറ്റ് നിർത്തുമെന്ന് ആൾക്കാർ പറയുമെങ്കിലും ഡാഡ കറക്റ്റ് ടൈമിൽ എത്ര മിനിറ്റാന്ന് ചോദിച്ച് ആ കറക്റ്റ് ടൈമിൽ നിർത്തും. അതൊരു മാനേജ്മെന്റ് എങ്ങനെയാ പഠിച്ചെടുത്തത്? ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ വിജയികളായ ആളുകളുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട്, ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ടൈം മാനേജ്മെന്റ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആരംഭം തൊട്ടേ ഡാഡ പ്രിൻസിപ്പിൾസ് ആയിട്ട് വെച്ചിരുന്ന കാര്യങ്ങളാണോ? അതല്ലേ.
പിന്നെ ടോപ്പിക് ഒരു വാക്യം വായിച്ചിട്ട് ആ ഒരു വാക്യത്തിൽ നിന്നാണ് വലിയൊരു പ്രസംഗം ഉണ്ടാക്കുന്നത്. അതേപോലെ ടോപ്പിക്ക് വിട്ടുപോകത്തില്ല. എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും ഡാഡ എന്ത് ചിന്തകൾ വന്നാലും ആ ഒരു ടോപ്പിക്ക് തന്നെ ഡാഡ നയിക്കും. അത് ഡാഡ എങ്ങനെ ശീലിച്ചെടുത്തത്? അങ്ങനെ പ്രസംഗത്തിൻ്റെ പ്രധാനത ചിന്തയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കേൾവിക്കാരെ ഒരു ചിന്തയിൽ കൊണ്ടുവരിക. അതാണ് പ്രസംഗത്തിൻ്റെ പ്രിൻസിപ്പിൾ. പലയിടത്തോട്ട് നമ്മൾ ചിതറിപ്പോയാൽ കേൾവിക്കാരുടെയും മനസ്സ് ചിതറിപ്പോവും, അവർ ശ്രദ്ധിക്കാതെ വരും. അതുകൊണ്ട് അധികം പരിശീലിപ്പിച്ചെടുത്ത എന്നെ തന്നെ പരിശീലിപ്പിച്ച കഥകളൊക്കെ എന്ന് വെച്ചാൽ അനുഭവങ്ങളൊക്കെ പറഞ്ഞ പിന്നെ അതേ ഓർത്തിരിക്കത്തുള്ളൂ, പ്രസംഗം ഓർത്തിരിക്കത്തില്ല ആൾക്കാരെ. ആ ടോപ്പിക്ക് തന്നെ നിന്ന് ഒത്തിരി വാക്യം കാണാതെ പറയുമല്ലോ, അതൊക്കെ നേരത്തെ പഠിച്ചെടുത്തതാണോ? ഞാൻ പ്രസംഗിച്ച വാക്യങ്ങളെല്ലാം മനപ്പാടമാവും, തന്നെ ഹൃദയസ്ഥമാവും. ഒരിക്കൽ പ്രസംഗിച്ചാൽ മതി, ഒരിക്കൽ പറയുന്ന വാക്യം ഹൃദയസ്ഥമാവും. അങ്ങനെ അങ്ങനെ ആ വാക്യങ്ങളെല്ലാം ഇടയ്ക്കൊക്കെ ഒത്തിരി വാക്യങ്ങൾ ഇടയ്ക്ക് വരുന്നതും താഴെ കാണാതെ അറിയാമല്ലോ, ഒന്നും എടുക്കേണ്ട കാര്യമില്ല ബൈബിളിലെ. അങ്ങനെ ഹൃദയസ്ഥമായത് എഴുതി പഠിച്ചൊന്നും അല്ല. അല്ല, ഞങ്ങൾക്ക് വാക്യം എഴുതി എഴുതി പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറെ ഒന്നുള്ളത്, സ്റ്റേജിൽ എന്ത് നടന്നാലും അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പ്രസംഗിക്കാൻ മുമ്പ് അവിടെ എന്തെങ്കിലും നടന്നോ, അവിടെ ടൈം നമുക്ക് തരാതിരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പാള് പ്രസംഗിച്ച് അങ്ങ് നീട്ടിക്കൊണ്ടുപോയി, ഇതൊന്നും ബാധിക്കാറില്ലല്ലോ ഡാഡായെ. എന്ന് വെച്ചാൽ ഒന്നും ട്രിഗർ ചെയ്യത്തില്ല. ആ കറക്റ്റ് നമുക്കുള്ള ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവിടെ ഇമോഷണൽ എനർജി കംപ്ലീറ്റ് നമ്മൾ പ്രസംഗത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടെ ഇരുന്ന് അത് ഉള്ളില്ലാതെ തന്നെ ചെയ്തോണ്ടിരിക്കല്ലേ. വീട്ടിലാണെങ്കിലും സാധാരണ ഒരു ആണുങ്ങളെ സംബന്ധിച്ച് ദേഷ്യപ്പെടുക എന്നുള്ളത്, അല്ലെ ഉറക്കെ സംസാരിക്കുക, അത് അവരുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒരിതാണ്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഡാഡ ഉറക്കെ ദേഷ്യപ്പെടുന്നതോ ഉറക്കെ സംസാരിക്കുന്നതോ ശകാരിക്കുന്നതോ അല്ലെ അമ്മയോട് വഴക്ക് പറയുന്നതോ യാതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും വർഷമായിട്ട് എപ്പോഴും ശാന്തമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങളോടാണേലും ഒരു കാര്യം പറഞ്ഞു തരികയെ ചെയ്തിട്ടുള്ളൂ. ഒരു മിസ്റ്റേക്ക് ഞങ്ങൾ ഷൗട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അതാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ അത് ഡാഡ ശീലിച്ചെടുത്തതാ? എല്ലാവർക്കും ഉള്ളിൽ ദേഷ്യം വരുമല്ലോ. കൺട്രോൾ ചെയ്യാൻ പഠിച്ചു, ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ. ഒരിക്കലും ഡാഡയ്ക്ക് ഏതൊരു കാര്യമാണേലും, പുറത്താണേലും, ചർച്ചിൽ അല്ലെങ്കിൽ IPCയുടെ അഡ്മിനിസ്ട്രേഷൻ ആണേലും ഒന്നും എല്ലാവരും അലറുകയും ബഹളം വെക്കുകയും ചെയ്യുമല്ലോ ഓരോ കാര്യത്തിന്. എങ്ങും ഡാഡയ്ക്ക് അങ്ങനെ ശാന്തനായിട്ടിരിക്കത്തേ ഉള്ളൂ. തോന്നിയിട്ടില്ലേ അങ്ങനെ ദേഷ്യപ്പെടണമെന്നോ? അസ്വസ്ഥമാകത്തില്ലേ നമ്മുടെ മനസ്സ് കുറെ നേരത്തേക്ക്? ഒന്നും ഉണ്ടാകാറില്ല. ഇല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം ഇത്രയും വർഷം നമ്മൾ ആ ഒരു പേഴ്സണൽ ലൈഫ്, കർത്താവിൻ്റെ അനോയിന്റിങ് എന്ന് പറഞ്ഞാലും പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒത്തിരി പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഡാഡ ഇത്രയും ഉപയോഗിച്ചത്. പ്രസംഗമാണേലും ഡാഡ എങ്ങനെയാ കാണാതല്ലേ പറയുന്നത്, ഒന്നും എഴുതി ഇവിടെ പോയിന്റ്സ് ഒന്നും വെക്കാറില്ല. ആ സ്റ്റേജിൽ കയറി ഒരു വാക്യം വായിച്ച് അത്രയും നേരം പറയുന്ന കാര്യങ്ങളെ അതെങ്ങനെയാ ഡാഡയ്ക്ക് വെളിപ്പെട്ട് വരുന്നേ? അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, വാചകങ്ങൾ വന്നുകൊണ്ടിരിക്കും, പ്രസംഗം വന്നുകൊണ്ടിരിക്കും, മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ വെളിപ്പാടായിട്ട് ആണോ അതോ സെന്റൻസ് അറിവായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക? ഡാഡ തന്നെ അത് പറയുമ്പോഴാണോ ചിലതൊക്കെ അറിയുന്നത്? ഹീബ്രു, ഗ്രീക്ക് ഒക്കെ ഇപ്പം നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട് ഓൺലൈനിൽ, യൂട്യൂബിൽ. അപ്പം ബാബു സാറൊക്കെ ഡാഡയുടെ വിളിച്ചില്ലേ, എബ്രായ ഭാഷ പഠിപ്പിക്കുന്ന ആളാണ് ബൈബിള്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് 23-ാം സങ്കീർത്തനം എബ്രായ ഭാഷയിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ വാക്യം, അതുപോലെ ഡാഡ എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹത്തിന്റെ 20-ാമത്തെ വയസ്സിൽ കേട്ടെന്ന്. അപ്പൊ അതും അവിടെ ചെന്ന് അദ്ദേഹം അത് പഠിച്ചപ്പം ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെങ്ങനെ, കാരണം
മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാഡയ്ക്ക് എങ്ങനെയാണ് കിട്ടിയത്? അദ്ദേഹത്തിന് റെവലേഷനാണ്, വെളിപ്പാട്, പരിശുദ്ധാത്മാവ് തരുന്ന വെളിച്ചോ. വേറെ ആർക്കും ഒക്കെ എന്താ എന്ന് വെച്ചാൽ ഡാഡയ്ക്ക് എന്താ അങ്ങനെ കിട്ടുന്നതും വേറെ ആൾക്കാർക്ക് കിട്ടാത്തൊരു കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ എല്ലാരും പ്രസംഗിക്കാൻ നിൽക്കുമല്ലേ. പക്ഷെ എല്ലാവരും പ്രസംഗിക്കുന്ന പോലെ അല്ലല്ലോ ഡാഡ പ്രസംഗിക്കുന്നത്. ദൈവത്തോട് ചോദിക്കണം. ഒത്തിരി ശത്രുക്കള് എന്ന് വെച്ചാൽ നമ്മൾ ശത്രുതയല്ല, ഒത്തിരി പേര് വെറുതെ ഈ അഡ്മിനിസ്ട്രേഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപാട് പേര് നമ്മളെ പറ്റി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ന്യൂസ് ലെറ്റർ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പച്ചക്കള്ളം തന്നെ, 100% കള്ളം തന്നെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് അവർ പരസ്യമായിട്ട് അത് ചെയ്തിട്ട് പിന്നീട് അവർ നമ്മുടെ വീട്ടിൽ വന്ന് രഹസ്യമായിട്ട് ഡാഡായിട്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഓരോ സഹായങ്ങൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഡാഡ എടുക്കാൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത കാര്യം അവരോടൊക്കെ അവരെ സഹായിക്കുന്നത്. നമ്മളൊരാൾ ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കും, പക്ഷെ ഇത്രയും മോശമായിട്ട് നമ്മുടെ കുടുംബത്തെ തകർക്കാനായിട്ട് ചെയ്തിട്ട്. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പത്രം ഇറക്കിയ ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പട്ടിണിയാന്ന് അറിഞ്ഞപ്പോഴേ മകൾക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞു, പൗരുഷന് വേണമെങ്കിൽ കൊടുക്കാന്ന് ഡാഡ പറഞ്ഞു. ഇങ്ങനെ ശത്രുക്കളായിട്ടുള്ളവരെ, കാരണം പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ തീർത്ത് കളയാനായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് ശുശ്രൂഷയെ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുകയും അവർക്ക് ഓരോ ലെറ്ററൊക്കെ IPCയുടെ വേണ്ടിയപ്പം കൊടുക്കുകയും. അതെങ്ങനെയാ ഡാഡ അവരങ്ങ് ചിരിച്ചൊന്നും അറിയാത്ത പോലെ ഇവിടെ വരുമ്പോഴേ ഡാഡായും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ക്ഷമിക്കുക, അല്ല അഭിനയിക്കുകയല്ല. ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞാൽ വിട്ടുകളയുക, പിന്നെ ബാക്കിയില്ല. വീണ്ടും അവര് ചെയ്യുമല്ലോ, അവര് താൽക്കാലിക. അത് അവരുടെ കാര്യം, നമ്മുടെ കാര്യമല്ല. അങ്ങനെയാണ് ഇന്നത്തെ നമ്മള് അനേകർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടാണല്ലോ, ഇതൊരു പാറ്റേൺ ആണല്ലോ. നമ്മളൊരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ശുശ്രൂഷമാരുടെ ഡാഡയ്ക്ക് എന്താ പറയാനുള്ളത്? ഡാഡയുടെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഒത്തിരി പേര് ഡിപ്രഷനിലൊക്കെ ആകുമല്ലോ, അവരെ കുറ്റം പറയുമ്പോൾ ഇല്ലാത്തത് എഴുതി. നമുക്ക് തന്നെ അറിയാവുന്നവരുണ്ട്, ഒത്തിരി ജീവിതം തകർന്നവരുണ്ട്. ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിക്കുക. നമ്മുടെ ജീവിതം നമുക്ക് അനുകൂലമായി വരും, നമുക്ക് പ്രതികൂലമായി വരുന്നു. എന്നെ പുകഴ്ത്തി പറയുമ്പോൾ ഞാൻ സന്തോഷിക്കുകയില്ല, എന്നെ താഴ്ത്തി പറയുമ്പോൾ ഞാൻ സങ്കടപ്പെടത്തില്ല. അങ്ങനെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ഒരേപോലെ പോകാനായിട്ട്. ഒരേപോലെ പോകാം. ഡാഡ അമേരിക്ക പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? പഠിച്ചു വന്നു കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ പഠിത്തം കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ സ്വീഡനിൽ പോയി പ്രസംഗിച്ചു, ഇസ്രായേലിൽ പോയി സ്ഥലം കണ്ടു, ഇറാനിൽ പോയി അവിടുത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിൻ്റെ ടിക്കറ്റ് അങ്ങനെ ആയിരുന്നു, അനുസരിച്ച് യാത്ര ചെയ്ത. ഇസ്രായേലിൽ പോയത് ഏത് വർഷമായിരുന്നു? ഏത് വർഷം ഓർക്കുന്നുണ്ടോ? ഇസ്രായേലിൽ പോയതോ 72. ഞാൻ വേൾഡ് പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ പ്രസംഗിക്കാൻ പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആരും ഇവിടുന്ന് ഡോക്ടർ ജോൺ താന്നിക്കൽ ഒഴിച്ച് വേറെ ആരും പോയിട്ടില്ല. അതെനിക്ക് 35-36 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്, UAPയുടെ പ്രസിഡന്റായിരിക്കുമ്പോഴാണ്. വേൾഡ് പെന്തക്കോസ്റ്റൽ കോൺഫറൻസിലൊരു സെഷനിൽ പ്രസംഗിക്കാനായിട്ട് എനിക്ക് അവസരം തന്നു. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ആംസ്റ്റർഡാമിൽ, പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ആംസ്റ്റർഡാമിൽ തന്നെ വേറെ ബില്ലിഗ്രാമിന്റെ കോൺഫറൻസിന് പോയിട്ടുണ്ട്. ഇസ്രായേലിൽ ആദ്യമായിട്ട് പോയപ്പോഴല്ലേ അവര് ഇംഗ്ലീഷ് ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നല്ലോ. എന്നിട്ട് പോയി ഇംഗ്ലീഷ് പഠിച്ചു, ഹീബ്രു പഠിച്ചുകൊണ്ട് വരാൻ. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ പറഞ്ഞില്ലേ ഡാഡയുടെ? അതവിടെ അവർക്ക്
ഇംഗ്ലീഷ് പറയുന്ന പിണക്കുള്ളവരുണ്ട് അവിടെ. അവരിങ്ങനെ ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു ജനമാണ് യഹൂദന്മാർ. അടുത്തെവിടെ ഹോട്ടലിൽ നിന്ന് ഞാൻ ചോദിച്ചതാ. പറഞ്ഞു, നീ ഇംഗ്ലീഷിൽ പറയണ്ട, നീ ഇവിടെ വരുമ്പോൾ ഹീബ്രുവിൽ പഠിച്ചിട്ട് വന്ന് പറയണം. ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. അവിടെ ആരോ പരിചയക്കാരനുണ്ടായിരുന്നോ? ഫോൺ വിളിച്ച് അതവിടെയായിരുന്നു? അല്ല, അവിടെ അത് സ്വീഡനിൽ നിന്ന് തന്നെ ഒരുത്തൻ, അവിടെ ഒരു ട്രാവൽ ഏജൻസി ഉള്ള ഒരുത്തൻ സൗജന്യമായിട്ട് എന്നെ കൊടുക്കാതിൽ അങ്ങോട്ട്. അപ്പം അയാളുടെ ഒരു കോണ്ടാക്ട് പേഴ്സൺ അവിടെ ഉണ്ട്. അയാളാണ് എനിക്ക് റൂം കാര്യമെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത്. അയാളെ പിന്നെ ഫോൺ ചെയ്ത് കണ്ടുപിടിച്ച് അയാൾ ഹോട്ടലിൽ മുറി എടുത്തു തന്നു. അന്നൊക്കെ ഒരു എവിടെയും പോകാനും എന്ത് ചെയ്യാനും ഏത് സാഹചര്യമാണേലും ദാടയ്ക്ക് സുവിശേഷ വേലക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നല്ലേ? എനിക്ക് റൂം വേണമെന്നോ എനിക്കൊരു സാഹചര്യം വേണമെന്നോ അങ്ങനൊന്നും ഒരു ഇല്ലാതെ ദൈവത്തിന് വേണ്ടി എങ്ങനെയും സുവിശേഷ വേല ചെയ്യുമായിരുന്നല്ലേ? അതെ. ഓസ്ട്രേലിയയിലും പോയിട്ടുണ്ട് പണ്ട്. അതെ, പഠിത്തം കഴിഞ്ഞ് പോരുമ്പോൾ ഓസ്ട്രേലിയയിൽ പോയി. അതാണ് അന്നത്തെ കാലത്ത് ആരും പോകാതിരുന്ന കാലത്ത് പോയിട്ടൂടെ ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ ചോദിച്ചിപ്പോഴും പറയാൻ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വളരെ മടിയുള്ള ആളാണ്. അത് ഒരു രഹസ്യമാണ്. ഇങ്ങനെ കർത്താവ് ഉപയോഗിക്കാൻ സ്റ്റേജിൽ നിന്നാലാണേലും ഫുൾ കർത്താവിന് വേണ്ടി മാത്രം, ദൈവമഹത്വത്തിനുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. ഇന്റർനാഷണൽ ലെവലിലെ കാതറിൻ കുൽമാന്റെ യോഗത്തിന് പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതുപോലെ പുള്ളിക്കാരിയായിരുന്നല്ലോ അന്ന് ഏറ്റവും അധികം ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ടിരുന്നത്. വേറെ ആരെങ്കിലും അതേപോലെ ഉണ്ടോ? കാതറിൻ കുൽമാൻ അവിടെ സിയാറ്റിൽ വരുന്ന സമയത്ത് അവിടുത്തെ ഒരു വോളണ്ടിയർ ആയിരുന്നു ഞാൻ. ആണല്ലേ? അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുവായിരുന്നല്ലേ? ബൈബിൾ സ്കൂളിൽ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ നിന്ന് കുറെ വോളണ്ടിയേഴ്സിനെ അവിടെ എടുത്തായിരുന്നു. അങ്ങനെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ ശുശ്രൂഷ കാണാനും കേൾക്കാനും എല്ലാടേ. പിന്നെ മറ്റേ അത് കഴിഞ്ഞ് അവളുടെ ഒരു ശിഷ്യനാണെന്നും പറഞ്ഞു വന്ന ഒരാളുണ്ട്, ബെന്നിഹിൻ. ബെന്നിഹിന് ആയിട്ട് അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. യോഗത്തിന് പോയി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ റെയ്നാഡ് ബോങ്കെ, പോളി യോങ്കിച്ചോ, വേൾഡ് ലീഡേഴ്സ് ഇവരൊക്കെ ആയിരുന്നല്ലോ. അവരുമായിട്ടൊക്കെ എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരുമായിട്ടൊക്കെ മീറ്റ് ചെയ്തത് ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ? അതോ അവരുടെ ഓരോ ഏതെങ്കിലും നല്ല ഗുണം അവരിൽ കാണും, അത് പകർത്തും. ഈ ആദ്യകാലത്തുള്ള ശുശ്രൂഷകന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതൊരു ഡാഡയുടെ ലൈഫില് പല ഡിസിഷൻസിനും അത് പ്രയോജനമായി. ഭാര്യവരം, യോനാച്ചായനെ, അങ്ങനത്തെയൊക്കെ ആൾക്കാരോട്, PM ബിൽപ്പച്ചൻ, പിന്നെ വേൾഡ് ലീഡേഴ്സ്, ഇവരെല്ലാം കണ്ടുമുട്ടാനിടയായത്, സിയാറ്റിൽ പോയി പഠിക്കാനിടയായത് എല്ലാം ഒത്തിരി വലിയ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ നടത്തിപ്പായിരുന്നു. ദൈവത്തിന്റെ പ്രത്യേക പ്ലാനിൽ ദൈവം എൻ്റെ ലൈഫിനെ കൊണ്ടുപോയി. അതൊരു പക്ഷെ അങ്ങനെ കൊണ്ടുപോകാൻ കാരണം സ്വന്തം ഡിസിഷൻസിനെക്കാട്ടിലും ദൈവത്തിന്റെ ഡിസിഷൻസിന് പ്രാധാന്യം കൊടുത്തോണ്ടായിരിക്കാം. ദൈവത്തിന്റെ കൃപയാണ് ഇതെല്ലാം. ഏറ്റവും സ്വാധീനിച്ച ഒരു ദേവദാസ് എന്ന് പറയാൻ ആരാ ഉള്ളത്? ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയാനുള്ള PM ആണല്ലേ? മരണത്തിൽ തന്നെ ദൈവം വിടുവിച്ചു. ഞാൻ ആലുവായി പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി പെരിയാർ കുറുക് എത്ര പ്രാവശ്യം നീന്തണം. അങ്ങനെ ഞാൻ പെരിയാർ അവിടെ ആലുവ കോളേജിന്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അത് വലിയ കായൽ പോലെ കിടക്കുക. ആഴവും ഇവിടെ വീതിയെല്ലാം ഭയങ്കരമാണ്. ഒരു പ്രാവശ്യം അക്കരെ നീന്തി തിരിച്ചിക്കരയ്ക്ക് നീന്തിയപ്പോൾ
എനിക്കൊരു വാശി വന്നു, ഇനി അങ്ങോട്ട് നീന്താൻ പറ്റും പിന്നെ. പക്ഷെ നീന്തി പകുതിയായപ്പോഴേ കയ്യും കാലും കഴിഞ്ഞു, തീരാൻ പോവുക അവിടെ. അപ്പോൾ എനിക്കൊരു ബുദ്ധി തന്നു, ഇനി മുമ്പോട്ട് നീന്തണ്ട, തിരിച്ച് നീന്താൻ. പുറകോട്ട് ഇതൊക്കെ നീന്തി കടവിൽ വന്നപ്പോഴത്തേക്ക് വലിയ സന്തോഷമായി. ഇവിടെ ഇതിൽ കിട്ടിയല്ല മരണത്തിൽ നിന്ന്. അവിടുന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. വേറെ മരണത്തിന് ഫ്ലൈറ്റിൽ പോകുമ്പോ ഫ്ലൈറ്റ് കുലുങ്ങിയോണ്ട് അടുത്തിരുന്ന ആള് കരയുമൊക്കെ ചെയ്തല്ലേ? ആ, ഫ്ലൈറ്റില് ടർബുലൻസ് ഉണ്ടായി, കൂടുതലുണ്ടായിരുന്നു തന്നെ. ആളുകൾ കരയാനൊക്കെ തുടങ്ങി, ബഹളം ഉണ്ടായി. ഞാനപ്പോൾ ഒരു ദർശനം കണ്ടു, 2 വലിയ കയ്യ്. ആ കൈക്കകത്തായി വിമാനം പറക്കുന്ന. ആ കൈ എൻ്റെ ദൈവത്തിൻ്റെ കയ്യാ. അതുകൊണ്ട് എനിക്ക് വിഷമം മാറി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളെ മനസ്സ് തുറന്ന് പറയാൻ തക്കവണ്ണം ഇടയായി. ഇനി പുതിയ വിശേഷങ്ങളുമായി, പ്രത്യേകിച്ച് പൗർവിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.